ഹായ് സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ നമ്മുടെ 4th യൂണിറ്റാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എയർ പൊല്യൂഷൻ കണ്ടു. അതായത് നമുക്ക് പഠിക്കാനുള്ളത് എയർ, വാട്ടർ ആൻഡ് സോയിൽ പൊല്യൂഷൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എയർ പൊല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു. സോ നമുക്കിന്ന് വാട്ടർ പൊല്യൂഷനിൽ സ്റ്റാർട്ട് ചെയ്യാം. Water pollution is a contamination of water bodies usually as a result of human activities. Water bodies include of lakes, rivers, oceans, aquifers and groundwater. അതായത് വാട്ടർ പൊല്യൂഷൻ എന്ന് വെച്ചാൽ ശരിക്കും എന്താണ് നമ്മുടെ വാട്ടർ ബോഡീസിൽ, അതായത് ലേക്സ്, ഓഷ്യൻസ്, ഗ്രൗണ്ട് വാട്ടേഴ്സ്, റിവേഴ്സ് അതുപോലുള്ള വാട്ടർ ബോഡീസിൽ കണ്ടാമിനൻസ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർ പൊല്യൂഷൻ റിസൾട്ട്സ് വെൻ കണ്ടാമിനൻസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ടു നാച്ചുറൽ എൻവയോൺമെൻറ്റ്. അതായത് നമ്മുടെ പരിസ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇതിലേക്ക് നമ്മൾ കണ്ടാമിനൻസ് ഇടുന്നതിനെയാണ് ശരിക്കും നമ്മൾ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, റിലീസിങ് ഇൻആഡിക്വേറ്റ് ട്രീറ്റഡ് വേസ്റ്റ് വാട്ടർ ഇൻ ടു നാച്ചുറൽ വാട്ടർ ബോഡീസ് ക്യാൻ ലീഡ് ടു ഡീഗ്രഡേഷൻ ഓഫ് അക്വാട്ടിക് എക്കോസിസ്റ്റം. അതായത് എന്തെങ്കിലും ഒരു വേസ്റ്റ് വാട്ടറിനെയൊക്കെ നാച്ചുറലായിട്ട് ഉള്ള വാട്ടർ ബോഡീസിലേക്ക് നമ്മൾ ഈ വേസ്റ്റ് വാട്ടറിനെയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിന് തന്നെ ഒരു ഡീഗ്രഡേഷൻ സംഭവിക്കുന്നു. അതായത് നമ്മുടെ അക്വാട്ടിക് എക്കോസിസ്റ്റം, അതായത് വെള്ളത്തിനടിയിലുള്ള ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഒരു ചേഞ്ച് സംഭവിക്കുന്നു. അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവുന്നു. They may use the same polluted river water for drinking and bathing or irrigation. ചില സമയത്ത് ഈ സെയിം പൊല്യൂട്ടഡ് വാട്ടർ തന്നെ നമ്മൾ ഡ്രിങ്ക് ചെയ്യാനും ഇറിഗേഷൻ, ബാത്തിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല, പക്ഷെ അറിയാണ്ടാണെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ഇതുപോലെയുള്ള പൊല്യൂട്ടഡ് വാട്ടർ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. The cause of water pollution include a wide range of chemicals and pathogens as well as physical parameters. Contaminants may include organic and inorganic substances. അതായത് എങ്ങനെ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ചില കെമിക്കലുകൾ, ചില പാത്തോജൻസൊക്കെ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ആയിട്ടൊക്കെ ആയിക്കോട്ടെ, അതെല്ലാം കൂടെ വാട്ടർ ബോഡീസിലേക്ക് ചെന്ന് ചേരുമ്പോഴാണ് ഇതുപോലുള്ള വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവുന്നത്. കണ്ടാമിനൻസിനകത്ത് ഓർഗാനിക് കണ്ടാമിനൻസും ഉണ്ടാവാം, ഇൻഓർഗാനിക് ആയിട്ടുള്ള കണ്ടാമിനൻസും ഉണ്ടാവാം. അതുപോലെ തന്നെ ചില ടെമ്പറേച്ചർ ഒരു വേരിയേഷൻ കാരണം വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവാമെന്നാണ് പറയുന്നത്. അത് വെള്ളത്തിലുള്ള ഒരു നോർമൽ ടെമ്പറേച്ചർ കാണുമല്ലോ, അപ്പോൾ അതല്ലാണ്ട് ടെമ്പറേച്ചറിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാലും വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇങ്ങനെ എലിവേറ്റഡ് വാട്ടർ ടെമ്പറേച്ചേഴ്സ് ഡിക്രീസ് ഓക്സിജൻ ലെവൽ വിച്ച് ക്യാൻ കിൽ ഫിഷ് ആൻഡ് ആൾട്ടർ ഫുഡ് chain compositions, reduce species biodiversity and foster invasion by new thermophilic species. അതായത് എങ്ങനെ ഈ എലിവേറ്റഡ് ടെമ്പറേച്ചർ നമ്മുടെ വാട്ടർ ബോഡീനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ ടെമ്പറേച്ചർ ഇങ്ങനെ വല്ലാണ്ട് എലിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് എലിവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ കൂടാം അല്ലെങ്കിൽ കുറയാം, ഒരു ചേഞ്ച് എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിലുള്ള ഓക്സിജൻ്റെ അളവ് കുറയും. അപ്പോൾ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനകത്ത് ജീവിക്കുന്ന ധാരാളം ചെടികളുണ്ടാവും, ഫിഷസ് ഉണ്ടാവും, അതൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് തന്നെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാവും. അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടാണ്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ അതിൻ്റെ ജീവനെ അത് അഫക്റ്റ് ചെയ്യും. Water pollution can be classified as surface water or groundwater pollution. Marine pollution and nutrient pollution are subsets of water pollution. Water pollution നമുക്ക് സർഫസ് വാട്ടർ അല്ലെങ്കിൽ സർഫസ് വാട്ടർ പൊല്യൂഷൻ, ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ എന്നിങ്ങനെ കാറ്റഗറൈസ് ചെയ്യുവാനായിട്ട് പറ്റും. അറിയാമല്ലോ, സർഫസ് വാട്ടർ പൊല്യൂഷൻ എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ സർഫസിൽ പൊല്യൂഷൻ സംഭവിക്കും. നമുക്കറിയാം, പ്ലാസ്റ്റിക്സ് ഒക്കെ നമ്മൾ വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ അത് വെള്ളത്തിൻ്റെ സർഫസിലായിരിക്കും വന്ന് അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ എന്താണ്, സർഫസ് വാട്ടർ പൊല്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പൊല്യൂഷൻസ് ആണ്. ഇനി ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ ആണെങ്കിൽ വളരെയധികം വെയിറ്റ് കൂടിയ സബ്സ്റ്റൻസുകളൊക്കെ നമ്മൾ വെള്ളത്തിനടിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് അടിയിലേക്ക് പോകും. അപ്പോൾ അതുമൂലം ഉണ്ടാവുന്ന പൊല്യൂഷനാണ് ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതായിരിക്കും കൂടുതലും ജീവികളെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഈ വാട്ടർ പൊല്യൂഷൻ്റെ 2 സബ്സെറ്റാണ് മറൈൻ പൊല്യൂഷനും ന്യൂട്രിയൻ പൊല്യൂഷൻ എന്നും പറയുന്നത്. സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻസ് ആർ പോയിൻറ്റ് സോഴ്സസ് ഓർ നോൺ പോയിൻറ്റ് സോഴ്സസ്. ഇനിയും ഈ വാട്ടർ പൊല്യൂഷൻ്റെ സോഴ്സുകളെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പോയിൻറ്റ് സോഴ്സസും അതുപോലെ തന്നെ നോൺ പോയിൻറ്റ് സോഴ്സസും. പോയിൻറ്റ് സോഴ്സസ് ഹാവ് വൺ ഓഫ് ഐഡൻറ്റിഫൈഡ് കോസ് ഓഫ് പൊല്യൂഷൻ സച്ചസ് സ്റ്റോം ഡ്രെയിൻ ആൻഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. അപ്പോൾ പോയിൻറ്റ് സോഴ്സുകളെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്, അതായത് നമ്മൾ വേസ്റ്റ് വാട്ടറിന് വേണ്ടിയിട്ട്
ചെയ്യുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, വേസ്റ്റിനെ നമ്മൾ വേസ്റ്റ് വാട്ടറിനെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള പ്ലാന്റുകളും അതുപോലെയൊക്കെ കാണുമല്ലോ. അപ്പോൾ അതിനെയാണ് നമ്മൾ വേസ്റ്റ് വാട്ടർ പ്ലാന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റോം ഗ്രീൻ എന്ന് വെച്ചാൽ എന്താ? സ്റ്റോം ഗ്രീൻ എന്ന് വെച്ചാൽ ഒരു എക്സസ് ഓഫ് റെയിനിനെ, അതായത് മഴയെ നമുക്ക് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ നമുക്ക് സിംപ്ലി പറയുവാണെങ്കിൽ നമ്മുടെ മഴവെള്ള സംഭരണി അതുപോലെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് എക്സസ് ഓഫ് റെയിൻ വാട്ടറിനെ നമുക്ക് സൂക്ഷിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെയാണ് ശരിക്കും സ്റ്റോം ഡ്രെയിൻ എന്ന് പറയുന്നത്, മഴവെള്ള സംഭരണി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന പൊല്യൂഷൻ, അതാണ് പോയിൻറ്റ് സോഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. നോൺ പോയിൻറ്റ് സോഴ്സസ് ആർ മോർ ഡിഫ്യൂസ് സച്ച് എസ് അഗ്രികൾച്ചർ റൺ ഓഫ്. നോൺ പോയിൻറ്റ് സോഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടി ഡിഫ്യൂഷൻ ആയിരിക്കും, കുറച്ചുകൂടെ വാസ്റ്റ് ഏരിയ കവർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് സോഴ്സസ് ആയിരിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ അഗ്രികൾച്ചർ ലാൻഡ്, അവിടെ നിന്നും ധാരാളം പൊല്യൂട്ടൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇനിയും ഇഫക്റ്റ് ഓഫ് ഡിറ്റർജൻസ് ഓൺ വാട്ടർ പൊല്യൂഷനിൽ ഡിറ്റർജൻസിനുള്ള ഇഫക്റ്റ് എന്താണ്? നമ്മൾ മുമ്പേ പറഞ്ഞത് ജസ്റ്റ് വാട്ടർ പൊല്യൂഷൻ എന്താണ്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് പറഞ്ഞ കുറേ കാര്യങ്ങളാണ്. പക്ഷെ അതിലും സബ്സെറ്റുകളും സോഴ്സുകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, എക്സാമ്പിൾസൊക്കെ പറയുന്നുണ്ട്, കോഴ്സും പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് മനസ്സിലാക്കി പോവുക എന്നുള്ളതേ ഉള്ളൂ. വാട്ടർ പൊല്യൂഷൻ by chemicals such as detergents is a big concern in the global context. Many laundry detergents contain approximately 35 to 75% phosphate salt. Phosphate can cause a variety of water pollution problems. അതായത് നമ്മുടെ കെമിക്കലുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കലുകൾ, ഇവിടെ എക്സാമ്പിളായിട്ട് ഡിറ്റർജൻ്റ് എന്ന് പറയുന്നതേ ഉള്ളൂ. പക്ഷേ എന്ത് കെമിക്കൽ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന കെമിക്കലുകളെല്ലാം തന്നെ വാട്ടർ പൊല്യൂഷന് കാരണമാവുന്നതാണ്. അപ്പം ഡിറ്റർജൻസിൻ്റെ ഉപയോഗം ശരിക്കും വാട്ടർ പൊല്യൂഷനിൽ ഏറ്റവും വലിയൊരു ത്രെറ്റായിട്ട് നിൽക്കുന്ന ഒന്നാണ്. അപ്പം നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ ലോണ്ട്രി ഡിറ്റർജൻസിലും ഏകദേശം 35 മുതൽ 75% വരെ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ കാണാനായിട്ടുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ വാട്ടർ പൊല്യൂഷനെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു കെമിക്കലാണ് ഈ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഫോസ്ഫേറ്റ് ടെൻസ് ടു ഇൻഹിബിറ്റ് ദ ബയോഡിഗ്രഡേഷൻ ഓഫ് ഓർഗാനിക് സബ്സ്റ്റൻസ്. ഈ ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിൻ്റെയൊക്കെ ബയോഡിഗ്രഡേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡിഗ്രേഡബിൾ അല്ലാതെ, അതായത് അത് ഡികമ്പോസ് ചെയ്ത് പോകാതെ ഓർഗാനിക് സബ്സ്റ്റൻസ് ഒക്കെ കിടന്നു കഴിഞ്ഞാൽ അത് വളരെയധികം വാട്ടർ പൊല്യൂഷൻ മാത്രമല്ല മറ്റ് പൊല്യൂഷൻസ് പോലും ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഓർഗാനിക് സബ്സ്റ്റൻസുകൾ. അപ്പോൾ അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ അനുവദിക്കാത്ത ഒരു കെമിക്കലാണ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. നോൺ ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസസ് cannot be eliminated by public or private waste water treatment. In addition to some phosphate based detergent gas യൂട്രോഫിക്കേഷൻ, അതുപോലെ തന്നെ ചില ഫോസ്ഫേറ്റ് അടങ്ങിയിട്ടുള്ള ഡിറ്റർജൻസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മെയിൻലി അത് തന്നെയാണ് ആ ഒരു പ്രോസസ്സ് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ഓർഗാനിക് സബ്സ്റ്റൻസിൻ്റെ ബയോഡിഗ്രഡേഷനെ ഇത് അഫക്റ്റ് ചെയ്യുന്നു. അതൊക്കെയാണ് ഈ ഡിറ്റർജൻറ്റ് കൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. യൂട്രോഫിക്കേഷൻ ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം. is a process by which water body become enriched in dissolved nutrients like phosphate, salts and magnesium. അപ്പോൾ ഇതുപോലെയുള്ള ന്യൂട്രിയൻസിൻ്റെ അളവ് ധാരാളമായിട്ട് നമ്മുടെ വെള്ളത്തിൽ കൂടുക, അതായത് വെള്ളത്തിൽ അതെല്ലാം ഡിസോൾവ് ചെയ്തെത്തിക്കാം. അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ യൂട്രോഫിക്കേഷൻ സംഭവിച്ച് വെള്ളം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു ഗ്ലാസ് വെള്ളമോ എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ധാരാളം ഫോസ്ഫേറ്റ്, കാൽസ്യം, മഗ്നീഷ്യം അതുപോലെയുള്ള ന്യൂട്രിയൻസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ വെള്ളത്തിൽ ഇതുപോലുള്ള ന്യൂട്രിയൻസിൻ്റെ അളവ് കൂടുന്ന ആ ഒരു പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് യൂട്രോഫിക്കേഷൻ. It has negative impacts on environment, especially on aquatic animals, because water rich in nutrients stimulates the growth of aquatic plant life, resulting in the depletion of oxygen. അപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഇങ്ങനെ ന്യൂട്രിയൻസ് ഒക്കെ വെള്ളത്തിൽ കൂടുന്നത് നല്ലതല്ലേ? കാരണം ഫോസ്ഫേറ്റ്, മഗ്നീഷ്യം ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ വെള്ളത്തിൽ കൂടിയാലും എന്താണ് ഒരു ബാഡ് ഇഫക്റ്റ് ഉണ്ടാവുക എന്നുള്ളൊരു ഇത് വരാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ബാഡ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത്
ധാരാളമായിട്ട് ന്യൂട്രിയൻസ് ഇങ്ങനെ വെള്ളത്തിനടിയിൽ വെള്ളത്തിൽ കണ്ടു കഴിഞ്ഞാൽ അക്വാട്ടിക് പ്ലാന്റ്സ് ധാരാളമായിട്ട് വളരും. അപ്പം അതിൻ്റെ ഒരു വളർച്ച ഇത് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതെല്ലാം കൂടെ വളരും. ഇതെല്ലാം കൂടെ വളർന്നു കഴിഞ്ഞാൽ വെള്ളത്തിനടിയിലുള്ള ഓക്സിജൻ്റെ അളവ് സ്വാഭാവികമായിട്ടും കുറയും. അപ്പോൾ ഓക്സിജൻ്റെ അളവ് കുറയുക എന്ന് പറഞ്ഞാൽ അത് ബാക്കിയുള്ള ജീവജാലങ്ങൾ, ഈ അക്വാട്ടിക് പ്ലാന്റ്സ് അല്ലാണ്ട് അഫക്റ്റ് ചെയ്യുന്ന ഫിഷുകൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവും. The few more harmful components of detergents such as anthropogenic components such as herbicides, pesticides and heavy metal contents. അതായത് കൂടാതെ ഈ നമ്മൾ ആന്ത്രോപോജനിക് എന്ന് വെച്ചാൽ മാൻമെയ്ഡ് ആയിട്ടുള്ള കോമ്പോണൻ്റ്, അതായത് ഹെർബിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ്, ഹെവി മെറ്റൽ കോൺസെൻട്രേഷൻ can cause the water to grow murky, thus blocking out light and disrupting the growth of plants. അപ്പോൾ ഇതുപോലെയുള്ള ഈ പെസ്റ്റിസൈഡ്സ്, ഹെർബിസൈഡ്സ്, ലാർജ് ഹെവി മെറ്റൽസ് ഒക്കെ അതൊക്കെ വാട്ടർ ബോഡീസിൽ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ളത്തിലേക്ക് വരുന്ന സൂര്യപ്രകാശത്തിനെ അത് എന്ത് ചെയ്യുന്നു? അത് ബ്ലോക്ക് ചെയ്യുന്നു. അതായത് വെള്ളത്തിലേക്ക് സൂര്യപ്രകാശം വരുവാനായിട്ട് ഈ സാധനങ്ങളൊന്നും തന്നെ അനുവദിക്കത്തില്ല. അത് എന്താണ് പ്ലാന്റ്സിൻ്റെയൊക്കെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്നതിന് കാരണമാണ്. കെമിക്കൽസ് കുഡ് ബി ദ സോഴ്സ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ കണ്ടാമിനേഷൻ. Drinking water contaminated by the detergents can be hazardous to human health. Humans become ill with the range of symptoms such as skin irritation, sore throat, nausea, stomach cramps, liver damage. അപ്പോൾ ഇതുപോലുള്ള ഹ്യൂമൻസിൽ പോലും ഇത്തരത്തിലുള്ള സിംറ്റംസ് ഒക്കെ കാണാറുണ്ട് നമ്മൾ വേസ്റ്റ് വാട്ടറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ജസ്റ്റ് നമ്മുടെ കൈകൾ കഴുകിയാലോ അല്ലെങ്കിൽ അത് കുടിക്കേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നാലോ അപ്പോൾ ഇതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. അതായത് വേസ്റ്റ് വാട്ടർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, വേസ്റ്റ് വാട്ടർ എന്നല്ല പൊല്യൂട്ടഡ് വാട്ടർ. This can be poisonous and account to death in several cases. Such contaminated water is called not preferable for the growth of crops. Example, rice, wheat and soybean. അതായത് ചില സമയത്ത് നമ്മൾ ഇതുപോലെയുള്ള പൊല്യൂട്ടഡ് വാട്ടറിൻ്റെ ഉപയോഗം കൂടി വന്ന് പോയിസണായിട്ട് അത് ഡെത്ത് വരെ ഈവൻ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിനുള്ള കുറച്ച് കേസുകളും റിപ്പോർട്ടഡ് ആണ്. പിന്നെ റൈസ്, വീറ്റ്, സോയാബീൻ പോലുള്ള കൃഷികൾക്ക് പോലും നമുക്ക് ഈ പൊല്യൂട്ടഡ് വാട്ടർ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കത്തില്ല. കാരണം അത്ര എന്താ പറയുന്നത്, അതുപോലെ അഫക്റ്റ് ചെയ്യും ഈ പൊല്യൂട്ടഡ് വാട്ടർ. അത്രത്തോളം ഈ ഇതുപോലെയുള്ള അഗ്രികൾച്ചറിനെ പോലും അഫക്റ്റ് ചെയ്യുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അടുത്ത ഒരു വാട്ടർ പൊല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നൊരു ടേമാണ് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. Biomagnification, also known as bioamplification or biological magnification, is any concentration of a toxin such as pesticides in the tissues of a tolerant organisms at successively higher levels in a food chain. അതായത് ബയോമാഗ്നിഫിക്കേഷൻ്റെ ഡെഫിനിഷനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിൻ്റെ നമ്മൾ ടിഷ്യൂസിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന ടോക്സിൻസിൻ്റെ കോൺസെൻട്രേഷനെ ആണ് നമ്മൾ ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബയോ ആംപ്ലിഫിക്കേഷൻ, അല്ലെങ്കിൽ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത്. ഏറ്റവും നമ്മുടെ ഫുഡ് ചെയിൻ, നമ്മൾ ആഹാരം കഴിക്കുന്നതിലൂടെ നമ്മുടെ ഒരു ഓർഗാനിസത്തിൻ്റെ ടിഷ്യൂവിൽ അടങ്ങിയിരിക്കുന്ന കോൺസെൻട്രേഷൻ ഓഫ് ടോക്സിൻസിനാണ് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദിസ് ഇൻക്രീസ് ക്യാൻ occur as a result of persistence where substance cannot be broken down by environmental process. Food chain energetics where the substance concentration increases progressively as it moves up a food chain. Low or non-existent rate of internal degradation or excretion of a substance mainly due to water insolubility. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന കാരണങ്ങളൊക്കെ കൊണ്ട് ബയോമാഗ്നിഫിക്കേഷൻ സംഭവിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ടോക്സിൻ എന്ന് വെച്ചാൽ എന്താണ്? വിഷം എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പം ഒരു ജീവിക്കുന്ന ഒരു ഓർഗാനിസത്തിൻ്റെ ഒരു ടിഷ്യൂ എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിലെ ടോക്സിൻസിൻ്റെ കോൺസെൻട്രേഷൻ്റെ അളവിനെയാണ് നമ്മൾ ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ എൻവയോൺമെൻറ്റൽ പ്രോസസ്സ് വഴി ഡീകമ്പോസ് ചെയ്യാത്ത സാധനങ്ങൾ ചിലപ്പോൾ നമ്മൾ ഫുഡ് ചെയിനിലൂടെ കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫുഡിലൂടെ തന്നെ ചില നമ്മൾ അറിയാണ്ട് വരുന്ന കുറച്ച് ടോക്സിൻസ്, ഇൻറ്റേർണൽ ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ എക്സ്ക്രീഷൻ സംഭവിക്കാത്ത കുറച്ച് ഫുഡിലൂടെ ഉള്ളിലേക്ക് ചെല്ലുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണലി ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ എക്സ്ക്രീഷൻ സംഭവിക്കാത്ത
വസ്തുക്കൾ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാവാം മേ ബി ബയോമാഗ്നിഫിക്കേഷൻ സംഭവിക്കുന്നത്. Biological magnification often refers to a process where certain substances, pesticides or heavy metals work their way into lakes, rivers and oceans and then move up by food chain in progressively greater concentration as they incorporated in the diet of the aquatic animals. അപ്പം അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എങ്ങനെ ബയോമാഗ്നിഫിക്കേഷൻ്റെ ഡെഫിനേഷൻ പറയാമെന്നുള്ളതാണ് പറയുന്നത്. അതായത് ഹെവി മെറ്റൽസും പെസ്റ്റിസൈഡ്സും ഒക്കെ നമ്മൾ ലേക്സിലും വാട്ടറിലും ലേക്സ് റിവേഴ്സിലും ഓഷ്യൻസിലും ഒക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെയുള്ള അക്വാട്ടിക് ആനിമൽസ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി അവരവരുടെ ഫുഡ് ചെയിനിലൂടെ അതിനെ കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ടിഷ്യൂസിലുള്ള ടോക്സിക് ലെവൽസിനെയാണ് ശരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കണ്ടൻറ്റിനെ, ഇതിൻ്റെയൊക്കെ കോൺസെൻട്രേഷനെയാണ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ഡിമാൻഡ് ഓക്സിജൻ. അടുത്തതും ഒരു വാട്ടർ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേമാണ് ഡിമാൻഡ് ഓക്സിജൻ എന്ന് പറയുന്നത്. വാട്ടർ ബോഡീസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടേംസാണ് ഡിമാൻഡ് ഓക്സിജൻ, DO എന്ന് പറയും. Oxygen demand is an environmental chemistry term that refers to biological oxygen demand, the amount of oxygen needed by organisms to break down an organic material. അത് പറയാം. ശരിക്കും the decay of organic matter in water is measured as biological or chemical oxygen. Oxygen demand is a measure of oxidizable substance in the water that can lower DO concentration. അതായത് ഡിമാൻഡ് ഓക്സിജൻ എന്താണെന്നുള്ളതാണ്. ബയോളജിക്കലും കെമിക്കലും നമ്മൾ പിന്നീടൊന്ന് പഠിക്കുന്നതായിരിക്കും, അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഡിമാൻഡ് ഓക്സിജൻ എന്ന് വെച്ചാൽ നമ്മുടെ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ടേമാണ് ഡിമാൻഡ് ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പം എന്തുമാത്രം അളവിൽ ഓക്സിജൻ വേണം, അല്ലെങ്കിൽ ഓക്സിജൻ്റെ ഒരു എമൗണ്ടിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ് ഡിമാൻഡ് ഓക്സിജൻ എന്ന് പറയുന്ന ഒരു ടേം. അത് രണ്ട് ടൈപ്പിൽ നമുക്ക് പറയാം. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആൻഡ് COD എന്ന് പറയും. കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് BOD ആൻഡ് COD. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആൻഡ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഇനി നമുക്ക് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ നീഡഡ് by aerobic biological organisms to break down organic material present in a given water sample at certain temperature over a specific time period. അതായത് ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ നമുക്ക് ഉള്ള, അതായത് ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറൊക്കെ കൊടുത്ത് വെച്ചിരിക്കുന്ന ഒരു വാട്ടർ സാമ്പിളിനകത്ത് അടങ്ങിയിരിക്കുന്ന ഓർഗാനിക് മെറ്റീരിയലിനെ, ഒരു വാട്ടർ സാമ്പിളിൽ അടങ്ങിയിരിക്കുന്ന ഓർഗാനിക് മെറ്റീരിയലിനെ ഡീകമ്പോസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബയോളജിക്കൽ ഓർഗാനിസത്തിന് ആവശ്യമായിട്ടുള്ള ഡിസോൾവ്ഡ് ഓക്സിജനെ വിളിക്കുന്ന പേരാണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഓക്കെ, അതായത് ഒരു വാട്ടർ സാമ്പിളിൽ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ തന്നിരിക്കുന്ന വാട്ടർ സാമ്പിളിനകത്ത് ഓർഗാനിക് മെറ്റീരിയലിനെ ഡീകമ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എയറോബിക് ബയോളജിക്കൽ ഓർഗാനിസത്തിന് ആവശ്യമായിട്ടുള്ള ഡിസോൾവ്ഡ് ഓക്സിജനെ വിളിക്കുന്ന പേരാണ്, ആവശ്യമായിട്ടുള്ള ഡിമാൻഡ് ചെയ്യുന്ന ഓക്സിജനെ വിളിക്കുന്ന പേരാണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന്. The biological oxygen demand value is most commonly expressed in milligrams of oxygen consumed per liter of sample during 5 days of incubation at 20 degrees Celsius and is often used as a surrogate of the degree of organic pollution of water. അതായത് നോർമലി നമ്മൾ BOD എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ 5 ദിവസത്തെ ഒബ്സർവേഷനിൽ 20 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ അപ്ലൈ ചെയ്ത് കൊടുത്ത് 5 ദിവസം ഒബ്സർവ് ചെയ്തിട്ട് 1 ലിറ്ററിനകത്ത് അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ്റെ, അതായത് മില്ലിഗ്രാംസിലായിരിക്കും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. എന്നിട്ട് അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു, ഓർഗാനിക് പൊല്യൂഷൻ ഓഫ് വാട്ടറിൻ്റെ ഡിഗ്രി, എത്രത്തോളം ഓർഗാനിക് പൊല്യൂഷൻ വാട്ടറിൽ സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഡിഗ്രിയൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നോർമലി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ടെമ്പറേച്ചർ എത്രയാണ്, 20 ഡിഗ്രി സെൽഷ്യസ്. 5 ദിവസം ഒബ്സർവ് ചെയ്യുന്നു. 1 ലിറ്റർ വെള്ളത്തിൽ മില്ലിഗ്രാംസിലായിരിക്കും ഓക്സിജൻ എക്സ്പ്രസ് ചെയ്യുക. BOD reduction is used as a gauge of effectiveness of wastewater treatment plants. BOD or wastewater effluent is used to indicate the short-term impact of oxygen levels of the receiving water. അതായത് നമ്മൾ ഈ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റുള്ള പ്ലാന്റ്സ്, അതായത് വേസ്റ്റ് വാട്ടറിനെ റീസൈക്കിൾ ചെയ്ത് എങ്ങനെ പുതിയ വാട്ടർ ഉണ്ടാക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ പ്രവർത്തിക്കുന്നതാണ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ BOD റിഡക്ഷൻ യൂസ് ചെയ്യാറുണ്ട്.
അതുപോലെ തന്നെ BOD of wastewater effluents is used to indicate the short-term impact on the oxygen levels of the receiving water. അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടറിൻ്റെയൊക്കെ BOD ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം പൊല്യൂട്ടഡ് ആണ് ആ വാട്ടർ, എത്ര അളവിലത് പൊല്യൂട്ടഡ് ആണ്, പൊല്യൂഷൻ കൂടുതലാണോ പൊല്യൂഷൻ കുറവാണോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ BOD ചെക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ തന്നിരിക്കുന്ന സാമ്പിളിലെ BOD നമുക്ക് ഇത്തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനിയും അടുത്ത ഒരു ഡിമാൻഡ് ഓക്സിജൻ്റെ അടുത്തൊരു കാറ്റഗറൈസേഷനാണ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ COD എന്ന് പറയും. കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ COD. In environmental chemistry, the chemical oxygen demand is an indicative measure of the amount of oxygen that can be consumed by the reaction in a measured solution. It is commonly expressed in mass of oxygen consumed over volume of solution, which is in SI unit is milligrams per liter. ഇനി കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്താണെന്ന് ചോദിച്ചാൽ ഇതും അതുപോലെ തന്നെ ഓക്സിജൻ്റെ ഒരു എമൗണ്ട് തന്നെയാണ്. ഒരു സൊല്യൂഷനകത്ത് ഇപ്പോൾ നമ്മളൊരു സൊല്യൂഷൻ എടുത്തു, ആ സൊല്യൂഷനകത്ത് that can be consumed by reactions in a measured solution. നമുക്ക് അറിയാവുന്ന അളവിൽ നമ്മളൊരു സൊല്യൂഷൻ എടുത്തു, ആ സൊല്യൂഷനകത്ത് ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ എത്രത്തോളം ഓക്സിജനെ വേണം, എത്രത്തോളം ഓക്സിജനെ കൺസ്യൂം ചെയ്യാൻ പറ്റും, ആ എമൗണ്ട് ഓഫ് ഓക്സിജനെയാണ് നമ്മൾ COD ആയിട്ട് പറയുന്നത്. അതും ഈ പറഞ്ഞ മാതിരി തന്നെ മില്ലിഗ്രാം പെർ ലിറ്ററിൽ തന്നെയാണ് അതിൻ്റെ എമൗണ്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. എ COD ടെസ്റ്റ് ക്യാൻ ബി യൂസ് ടു ഈസിലി ക്വാണ്ടിഫൈ ദ എമൗണ്ട് ഓഫ് ഓർഗാനിക്സ് ഇൻ വാട്ടർ. നമുക്ക് വാട്ടറിനകത്തുള്ള ഓർഗാനിക്സിൻ്റെ അളവ് കണ്ടുപിടിക്കാനായിട്ട് COD ടെസ്റ്റ് നടത്താനായിട്ട് പറ്റും. ദ മോസ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് common application of COD is in quantifying the amount of oxidizable pollutants found in the surface water or waste water. അതായത് നമുക്ക് വേസ്റ്റ് വാട്ടറിൻ്റെയും അല്ലെങ്കിൽ വാട്ടറിൻ്റെ സർഫസിലൊക്കെ ഉണ്ടായിട്ടുള്ള ഓക്സിഡൈസബിൾ പൊല്യൂട്ടൻസ്, അതായത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ കഴിവുള്ള പൊല്യൂട്ടൻസിൻ്റെയൊക്കെ അളവ് നമുക്ക് ഈ COD വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ എത്രത്തോളം എമൗണ്ട് ഓഫ് ഓക്സിജൻ വേണം, അപ്പോൾ ഓക്സിഡേഷൻ റിയാക്ഷൻ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നടക്കണമെങ്കിൽ എത്രത്തോളം എമൗണ്ട് ഓഫ് ഓക്സിജൻ ആവശ്യമാണ്, അതിനെയാണ് നമ്മൾ COD എന്ന് പറയുന്നത്. കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ഓക്സിജൻ അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതായത് വേസ്റ്റ് വാട്ടറിൻ്റെയും അതുപോലെ തന്നെ മറ്റ് വാട്ടർ ബോഡീസിൻ്റെ സർഫസിലൊക്കെ ഓക്സിഡൈസബിൾ പൊല്യൂട്ടൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ എത്രത്തോളം ഓക്സിജൻ ആവശ്യമാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. COD is useful in terms of water quantity by providing a metric to determine the effect of an effluent will have receiving body mass like biological oxygen demand. അതായത് വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് COD ഉപയോഗിക്കാനായിട്ട് പറ്റും. BODയെ പോലെ തന്നെ CODയും വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇത് COD കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ളൊരു ഫോർമുല ആണ്. A-B × C × 8000 പെർ വോളിയം ഓഫ് ദ സാമ്പിൾ ഇൻ മില്ലിലിറ്റർ. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് COD കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ A എന്ന് പറയുന്നത് represent the titron used for your sample expressed in milliliter. B titron used for your blank sample. C normality of the ferrous ammonium sulfate. Your result will be expressed in milligrams per liter. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് A-B × C × 8000 ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ സാമ്പിൾ ഇൻ മില്ലിലിറ്റർ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് COD കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ A എന്താണ്, B എന്താണ്, C എന്താണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആ ഒരു ഏതാണോ നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ സാമ്പിളിൻ്റെ അപ്പോൾ ലബോറട്ടറിയിൽ നമ്മൾ COD കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു രീതി, അതായത് എക്സ്പെരിമെൻറ്റ് നടത്തി ഫൈനൽ കാൽക്കുലേഷൻ്റെ ഫോർമുല ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് COD. അപ്പം ഇതാണ് വാട്ടർ പൊല്യൂഷനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ളത്. കൂടാതെ ഇഫക്ട്സ് ഓഫ് പെസ്റ്റിസൈഡ്സും അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സ് എന്ന് പറഞ്ഞിട്ടും കൂടെ ഉണ്ട്. അത് ഈ പറഞ്ഞിരിക്കുന്ന സെയിം ഇഫക്റ്റ് തന്നെയാണ് അതിനും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതായത് അറിയാമല്ലോ, പെസ്റ്റിസൈഡ്സ് ഒക്കെ വാട്ടർ ബോഡിയിൽ പോയി കഴിഞ്ഞാൽ, കൂടുതൽ അളവിൽ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന അക്വാട്ടിക് ലൈഫിന് ത്രെറ്റായിട്ട് മാറും. ഓക്സിജൻ്റെ അളവ് കുറയാം. അപ്പം സ്വാഭാവികമായിട്ടും പ്ലാന്റ്സിന് വളരാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഫിഷസിന് അഫക്റ്റ് ചെയ്യും. ഇപ്പം ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മാത്രം
അതിനകത്തും ഇൻക്ലൂഡ് ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ജനറലായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾ അവെയറായിട്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതിയാവും. പ്രത്യേകിച്ച് ഇത് പറയാനും മാത്രം ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത്. ബാക്കി വാട്ടർ പൊല്യൂഷനുള്ള സിലബസുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ടേമുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. മെയിൻലി COD എന്താ, BOD എന്താ, യൂട്രോഫിക്കേഷൻ എന്താ, ബയോമാഗ്നിഫിക്കേഷൻ. അപ്പോൾ അതിലുള്ള ടേമുകൾ മാത്രം കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു വെക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം ഡെഫിനിഷൻസ് പഠിച്ചു വെക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. അതപ്പോൾ ഇതാണ് വാട്ടർ പൊല്യൂഷൻ്റെ ഇത്. അപ്പോൾ ഇതിൻ്റെ PDF കൂടെ നിങ്ങൾക്ക് വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും നോട്ട്സ് എഴുതാൻ വയ്യാത്തവർ ഇത് തന്നെ പഠിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പം വാട്ടർ പൊല്യൂഷൻ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.